മീഡിയസിലേക്ക് സ്വാഗതം. രാഹുൽ സദാശിവന്റെ സംവിധാനത്തിൽ വന്ന മമ്മൂട്ടിയുടെ ഭ്രമയുഗം ഇപ്പോൾ 25-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. സിനിമയുടെ OTT അപ്ഡേറ്റ്സുകളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സിനിമയുടെ OTT റൈറ്റ്സ് റെക്കോർഡ് തുകയ്ക്ക് വിറ്റുപോയ കാര്യം നേരത്തെ തന്നെ അപ്ഡേറ്റുകളിൽ വന്നിരുന്നതാണ്. ഇപ്പോൾ സോണി ലീവ് തന്നെ ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. അതൊന്ന് വായിക്കാം. ദ ഐക്കണിക് മമ്മൂട്ടി സ്റ്റാർസ് ഇൻ ഭ്രമയുഗം, എ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാസ്റ്റർ പീസ് shot in mystery and horror. Get ready for a cinematic experience unlike any other. Streaming on Sony Live from March 15th. അതെ, മാർച്ച് 15 മുതൽ ഈ സിനിമ സോണി ലിവിൽ വരികയാണ്. നമുക്ക് നേരത്തെ കിട്ടിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഒരു ലോങ് റൺ ആണ് സിനിമയ്ക്ക് പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ സിനിമ പെട്ടെന്ന് ഒരു ഷോർട്ട് റണ്ണിൽ തന്നെ കാര്യങ്ങൾ കാണുന്നു. എത്രയും പെട്ടെന്ന് OTTയിലേക്ക് എത്തുന്ന ഒരു കാര്യവും, അതായത് നമുക്കറിയാം റെക്കോർഡ് തുകയ്ക്ക് തന്നെയാണ് സിനിമ OTTയിൽ വിറ്റുപോയിരിക്കുന്നത്. അതായത് സിനിമയുടെ പ്രൊഡക്ഷൻ കോസ്റ്റിനേക്കാൾ കൂടുതലാണ് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇവിടെ സിനിമ 60 കോടി ക്ലബിലേക്ക് കഴിഞ്ഞ ദിവസം കയറി. ഈ സിനിമ ഒരുപക്ഷെ ഫൈനൽ റണ്ണിലേക്ക് വരുമ്പോൾ 65 കോടിക്ക് മുകളിലെത്തും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴും മികച്ച രീതിയിൽ തന്നെ തിരക്കും കാര്യങ്ങളും സിനിമയ്ക്ക് കാണാൻ കഴിയുന്നു. ഇന്നും ഈവനിങ് ഷോസൊക്കെ ഓൾമോസ്റ്റ് ഫുള്ള് എന്നുള്ള ലെവലിലും. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു സിനിമ ഇനിയും മലയാളം മാത്രമല്ല എല്ലാ ഭാഷകളിലെയും തിയേറ്ററുകളിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. തിയേറ്ററുകളിലല്ല, മൾട്ടിപ്ലക്സുകളിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് അറിയുന്ന റിപ്പോർട്ടുകളും. എന്തായാലും ഒരു സിനിമ OTTയിലേക്ക് പോയി കഴിഞ്ഞാൽ സാധാരണ തിയേറ്ററുകളിൽ പറ്റില്ല, പക്ഷേ മൾട്ടിപ്ലക്സുകളിൽ കാണാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. ഇപ്പോഴും നമുക്ക് ഏറ്റവും കൂടുതൽ തിരക്ക് കാണുന്നത് മൾട്ടിപ്ലക്സുകളിൽ തന്നെയാണ്. കാരണം ഗംഭീരമായിട്ടുള്ള ക്വാളിറ്റി ഉള്ള സൗണ്ട് സിസ്റ്റമൊക്കെ ഉള്ള സ്ഥലങ്ങളിലാണ് കൂടുതലും ഈ സിനിമയ്ക്ക് ഏറ്റവും നല്ല തിരക്ക് അനുഭവപ്പെടുന്നത്. അത് പല നല്ല തിയേറ്ററുകളുണ്ട് നമുക്ക്. അപ്പം സിനിമ എന്താണ് തിയേറ്ററുകളിൽ നിന്ന് മാറുകയും ഇനിയും OTTയിലേക്ക് വരികയുമാണ് ചെയ്യുന്നത്. അപ്പോൾ OTTയിലേക്ക് കാണാൻ കാത്തിരിക്കുന്ന ആരൊക്കെയാണ്? ഒപ്പം ഒരു കാര്യം കൂടി എടുത്ത് പറയാം, ഈ സിനിമ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഇങ്ങനെ ഒരു സിനിമ തിയേറ്റർ എക്സ്പീരിയൻസ് ഒരു മസ്റ്റ് ആണെന്ന് തന്നെയാണ് പറയുന്നത്. കാരണം നിങ്ങൾക്ക് ആ ഒരു 2 മണിക്കൂർ നിങ്ങളെ ശരിക്കും ആറാമത്തെ ഒരു അതിഥിയായിട്ട് ഈ സിനിമ നിങ്ങളെ കൊണ്ടുപോകും. ആകെ 5 പേരാണ് ഈ സിനിമയിലുണ്ടെങ്കിൽ 6ാമത്തെ ആളായി നമ്മൾ ആ സിനിമ കഴിയുന്നിടം വരെ അതിനകത്തിൽ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. അപ്പം ഈ ഒരു സിനിമ തിയേറ്ററിലേക്ക് കാണുക എന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ഈ ഒരു സിനിമ മാത്രമല്ല, എല്ലാ സിനിമകളും. പക്ഷേ പ്രത്യേകിച്ച് ഇതേപോലെയുള്ള സിനിമകൾ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തന്നെയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും മാർച്ച് 15-ന് സോണി ലിവിൽ ഈ സിനിമ എത്തുന്നു. അപ്പോൾ തിയേറ്ററിൽ കണ്ടിട്ടില്ലാത്തവർക്ക് കാണാം. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വന്ന സിനിമ നമുക്ക് കാത്തിരിക്കാം. അവിടെ കണ്ടിട്ട് എങ്ങനെ എന്നുള്ളത് കാണാത്തവർക്ക് ഒന്ന് വിലയിരുത്താം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം ഗ്രേറ്റ് മീഡിയാസ്.